Today we are going to study a new topic, that is environmental impact assessment, and we can uh, study the definition of environmental impact assessment. What is the definition? It is a tool used to assess the positive and negative environmental, economic and social impacts of a project. That is, ഇപ്പോൾ നമ്മളൊരു പുതിയൊരു പ്രോജക്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ആ പ്രോജക്റ്റിന് എന്തൊക്കെ ഇമ്പാക്ട്സ് ഉണ്ടാവാം, പ്രത്യേകിച്ചും എൻവയൺമെന്റലി എന്തൊക്കെ ഇമ്പാക്ട്സ് ഉണ്ടാവാം, എക്കണോമിക് ഇമ്പാക്ട്സ് എന്തൊക്കെ ഉണ്ടാവാം, സോഷ്യൽ ഇമ്പാക്ട്സ് എന്തൊക്കെ ഉണ്ടാവാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൺസ്ട്രക്ഷൻ ഓഫ് എ ബിൽഡിംഗ്, നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഒരു പ്രോജക്റ്റിന് പെർമിഷൻ കൊടുക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കും. അത് ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്രയാണ് എൻവയൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിന്റെ ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് പറയാവുന്നത്. ഇനി നമുക്ക് അതിന്റെ ഹിസ്റ്ററി പഠിക്കാം. വാട്ട് ഈസ് ദ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് environmental impact assessment? So, first of all, in 1970s, the USA introduced environmental impact assessment through its National Environmental Policy Act, NEPA എന്ന് പറയും. So, first അത് 1970s-ലാണ് US അത് introduce ചെയ്തത്, and their policy is known as National Environment Policy Act. ഇനി late 1970s-ലും early 1980s-ലും EIA guidelines become more formalized and developing nations started introducing EIA. അപ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് USA ആണ്. അപ്പോൾ അതിനുശേഷം ലേറ്റ് 1970s-ലും 1980s-ലൊക്കെ ബാക്കിയുള്ള ഡെവലപ്പിംഗ് നേഷൻസ് എല്ലാം അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. Then mid 1980s, the World Bank establishes EIA requirements, and ഇന്ത്യയിലും അപ്പോൾ EIA പതുക്കെ പ്രോസസ് ചെയ്യാൻ തുടങ്ങി. ഇനി 1990s-ലാണ് ഇന്ത്യ ഒഫീഷ്യലായിട്ട് EIA അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനുശേഷം ഇന്ത്യയിൽ EIA എഫക്റ്റീവ് ആയിട്ട് ഇതുവരെ അറ്റ് പ്രസന്റ് നന്നായിട്ട് നടന്നു പോകുന്നുണ്ട്. എൻവയൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ഒരു പുതിയ പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏത് ഫീൽഡിലുള്ള പ്രോജക്റ്റ് ആയാലും, ഡെവലപ്മെന്റൽ പ്രോജക്റ്റ് ആയാലും, അല്ലെങ്കിൽ എക്കണോമിക് പ്രോജക്റ്റ് ആയാലും, സോഷ്യൽ പ്രോജക്റ്റ് ആയാലും, ഏത് പ്രോജക്റ്റ് ആയാലും നമ്മളൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ പ്രോജക്റ്റിനെ എൻവയൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡിക്ക് വിധേയമാക്കാറുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഈ എൻവയൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിന്റെ ഒരു ഹിസ്റ്ററിയും അതിന്റെ ഒരു എവല്യൂഷനും ആണ് നമ്മൾ ഈ സ്ലൈഡിലൂടെ പറഞ്ഞത്. Then next is, what are the objectives അല്ലെങ്കിൽ aims of environmental impact assessment? The first objective is that it is for identifying, predicting and evaluating economic, environmental and social impact of developmental activities. നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. എന്തൊക്കെയാണ് അതിന്റെ ഇമ്പാക്ട്സ്, നമ്മൾ ഇമ്പാക്ട് ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് അത് പ്രെഡിക്റ്റ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. എല്ലാ തരത്തിലുള്ള ഇമ്പാക്ട്സും, എൻവയൺമെന്റൽ ആവാം, സോഷ്യൽ ആവാം, എക്കണോമിക് ആവാം. എന്നിട്ട് what is the second objective? It is for providing information on the environmental consequences for decision making. Then അപ്പോൾ നമുക്ക് ആ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്തൊക്കെയായിരിക്കും അതിന്റെ കോൺസിക്വൻസസ് ഉണ്ടാവുക. Then promoting environmentally sound and suitable development by identifying appropriate alternatives and mitigation measures. ഇപ്പോൾ നമ്മൾ പ്രൊപ്പോസ് ചെയ്ത പ്രോജക്റ്റിന് അഡ്വേഴ്സ് എഫക്റ്റ് ആണ് എൻവയൺമെന്റിൽ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഓൾട്ടർനേറ്റ് ബേസിൽ നോക്കും. എപ്പോഴും എൻവയൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോജക്ട്സ് ആണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രൊമോട്ട് ചെയ്ത പ്രോജക്റ്റ് അങ്ങനെയല്ലെങ്കിൽ അതിന് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യും, ഓൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിച്ച് അത് അഡോപ്റ്റ് ചെയ്യും. അപ്പൊ അതൊക്കെയാണ് നമുക്ക് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ എയിംസ് ഓഫ് എൻവയൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ആയിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് is principles of EIA. There are 8 principles for EIA, and we can study them one by one. First is participation. Participation എന്താണ്? എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ വേണം. ആ അതോറിറ്റീസിന്റെ മാത്രമല്ല, ഹോൾ പബ്ലിക്കിന്റെ പാർട്ടിസിപ്പേഷൻ നമുക്ക് ആവശ്യമാണ്. എന്നാൽ മാത്രമേ ഒരു പ്രോജക്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. So first principle is participation, and the second principle is transparency. Transparency എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം വളരെ സുതാര്യമായിരിക്കണം. എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണം എന്താണ് ആ പ്രോജക്റ്റിൽ ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും
അറിവുണ്ടായിരിക്കണം. It should have clear, easily understood requirements and ensure public access to the information. For example, അവർക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൽ ഇപ്പോൾ ആർക്ക് പബ്ലിക്കിന് ജസ്റ്റ് ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എന്താണ് പ്രോജക്റ്റിൽ അവർ ചെയ്യുന്നത്, അതിന് എന്തൊക്കെ കോൺസിക്വൻസസ് ഉണ്ടാവും എന്നെല്ലാം എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് അത് ട്രാൻസ്പാരന്റ് ആയിരിക്കണം എന്ന് പറയുന്നത്. That is the second principle. And third principle is efficient. Efficient എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, കൃത്യമായിട്ട് ടൈം ബൗണ്ട് ആയിട്ട് പ്രോജക്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. എല്ലാം കൃത്യമായിട്ട് ഫണ്ടെല്ലാം കൃത്യമായിട്ട് വിനിയോഗിച്ച് കൃത്യം ടൈമിൽ അത് സ്റ്റാർട്ട് ചെയ്യാനും കംപ്ലീറ്റ് ചെയ്യാനും പറ്റണം. Then accountability. Accountability means കൃത്യമായിട്ട് decision making റിസൾട്ടും അപ്രോപ്രിയേറ്റ് ലെവൽസ് ഓഫ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് കമ്മ്യൂണിറ്റി വെൽബീങ്. ഇപ്പൊ ആരാണോ ഡിസിഷൻ എടുക്കുന്നത്, ദ ഡിസിഷൻ മേക്കർ ഷുഡ് ബി റെസ്പോൺസിബിൾ ഫോർ ദർ ആക്ഷൻസ് ആൻഡ് ഡിസിഷൻസ്. ആരാണോ ഡിസിഷൻ എടുക്കുന്ന അവർ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കണം. Then next principle is credibility. Credibility means in terms of professionalism, rigor, fairness, objectivity and impartiality and balance and be subject to independent checks and verification. എപ്പോഴും അതിൽ യാതൊരു വിധ മായം കലർത്താൻ പാടില്ല. അതായത് വേറെ യാതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ മിസ്കൺസെപ്ഷൻസോ ഉണ്ടാവാൻ പാടില്ല. എല്ലാം കൃത്യമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെക്സിനും വെരിഫിക്കേഷനും വിധേയമായിരിക്കണം. Then cost effective മീൻസ് വളരെ മിനിമൽ കോസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റണം, എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ ചെയ്യാൻ പറ്റണം. ദെൻ ഇന്റഗ്രേറ്റഡ്, ദാറ്റ് മീൻസ് എല്ലാം ഇന്റർ റിലേഷൻഷിപ്പോട് കൂടെ, ഇപ്പൊ സോഷ്യൽ ആയാലും എക്കണോമിക്കൽ ആയാലും ബയോഫിസിക്കൽ ആസ്പെക്ട്സ് എല്ലാം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് അതിൽ കൊണ്ടുപോകാൻ പറ്റണം. ദെൻ പ്രാക്ടിക്കബിലിറ്റി. പ്രാക്ടിക്കബിലിറ്റി മീൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത്, അല്ലാതെ നമുക്ക് ഒരിക്കലും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ട് അതിൽ എൻവയോൺമെന്റൽ കോൺസിക്വൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് വളരെ എൻവയോൺമെന്റലി ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഇതെല്ലാമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് EIA. സോ participation, transparency, efficiency, accountability, then credibility, cost effective nature, integrated practicality. ഇതൊക്കെയാണ് EIA പ്രിൻസിപ്പിൾസ് ആയിട്ട് നമുക്ക് പറയുന്നത്. ഇനി നെക്സ്റ്റ് ബേസ് ലൈൻ ഡാറ്റ കളക്ഷൻ റിക്വയർഡ് ഫോർ EIA. ബേസ് ലൈൻ ഡാറ്റ കളക്ഷൻ മീൻസ് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി നടത്തണമെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ baseline data collection, what's the definition of baseline data collection? Baseline data collection refers to collection of baseline information on biophysical, social and economic aspects of a project area. നമ്മൾ ബേസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാ ആസ്പെക്ട്സിനെയും കവർ ചെയ്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യാം. ദെൻ പ്രോജക്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രോജക്റ്റ് ചെയ്യുന്ന ഏരിയ, സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ പ്രോജക്റ്റ് ചെയ്യുന്നത് ആ ഏരിയ മീൻസ് ആ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട്സ് എന്തൊക്കെ എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് എന്തൊക്കെ വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഏരിയ. സോ പ്രോജക്റ്റ് ഏരിയ is defined as the area where environmental effects and impacts are felt during construction or operational stages of a project. Then baseline data collectionന്റെ സമയത്ത് നമ്മൾ എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ ഇസ് ഫിസിക്കൽ, ദെൻ ബയോളജിക്കൽ, സോഷ്യോ എക്കണോമിക്, കൾച്ചറൽ. അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഫിസിക്കൽ പാരാമീറ്റേഴ്സിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ടോപ്പോഗ്രഫി കൺസിഡർ ചെയ്യണം, ഒരു ലാൻഡിന്റെ ജിയോളജി കൺസിഡർ ചെയ്യണം, സോയിൽ, ഡിഫറെന്റ് സോയിൽ ടൈപ്സ്, ദെൻ സർഫസ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ കണ്ടീഷൻ, വെരി ഇമ്പോർട്ടൻറ്റ്, ദെൻ വാട്ടർഷെഡ് കണ്ടീഷൻ, പൊല്യൂഷൻ ലെവൽസ്, ഇതെല്ലാമാണ് നമ്മൾ ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ദെൻ ബയോളജിക്കൽ പാരാമീറ്റേഴ്സ്. ബയോളജിക്കൽ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെറസ്ട്രിയലും എക്വാട്ടിക്കും ആയിട്ടുള്ള എക്കോസിസ്റ്റം, അതിലുള്ള ഫ്ലോറ, ഫോണ, ദെൻ എൻവയോൺമെന്റലി സെൻസിറ്റീവ് വെറ്റ്ലാൻഡ്സ്, അവിടെയുള്ള അഗ്രികൾച്ചറൽ ലാൻഡ്, ഇതെല്ലാം നമ്മൾ ബയോളജിക്കൽ ആസ്പെക്ട്സിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ദെൻ സോഷ്യോ എക്കണോമിക്. സോഷ്യോ എക്കണോമിക് മീൻസ് അതിന്റെ ഡെമോഗ്രഫി കൺസിഡർ ചെയ്യണം. പിന്നെ ഡെവലപ്മെന്റൽ നീഡ്സ്, അവിടെ ശരിക്കും ആ ഡെവലപ്മെന്റ് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ ഫിനാൻസിനനുസരിച്ചിട്ട് ആ ഡെവലപ്മെന്റ് കോപ്പ് ചെയ്ത് പോവോ, അതെല്ലാം നമ്മൾ അറിയണം. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ അറിയണം, അവിടുത്തെ എക്കണോമിക് ആക്ടിവിറ്റീസ്, ഇതെല്ലാം നമുക്ക് സോഷ്യോ എക്കണോമിക് പാരാമീറ്റേഴ്സിൽ പെടും. ദെൻ കൾച്ചറൽ. കൾച്ചറൽ മീൻസ് അവിടെ വേറെ എന്തെങ്കിലും ആർക്കിയോളജിക്കൽ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ റിലീജിയസ് സൈറ്റ്സ് അവിടെ ഉണ്ടോ,
അപ്പോൾ അതിനൊന്നും നമുക്ക് നശിപ്പിക്കാതെ, അതിനൊന്നും കോട്ടം തട്ടാതെ, ഇപ്പോൾ ആർക്കിയോളജിക്കൽ സൈറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിന് ഡാമേജ് വരാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ പ്രോജക്റ്റിനെ എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് മാക്സിമം കുറച്ച് കൊണ്ടുവന്നിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ഇതെല്ലാമാണ് നമ്മൾ ഒരു ബേസ് ലൈൻ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എൻവയോൺമെന്റൽ പാരാമീറ്റേഴ്സ്. Then, what are the data sources and methods of collection? Primary sources and secondary sources. Primary source എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റ. മീൻസ് നമുക്ക് ഫീൽഡിൽ നിന്നോ അല്ലെങ്കിൽ ലാബിൽ നിന്നോ നമുക്ക് കിട്ടുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള ഡാറ്റ, അല്ലെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്യുന്ന ഡയറക്റ്റ് ഡാറ്റ. നിങ്ങൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് അനാലിസിസ് ചെയ്ത് റിസൾട്ട് കിട്ടി, അതാണ് നിങ്ങളുടെ പ്രൈമറി ഡാറ്റ. ആൻഡ് സെക്കൻഡറി ഡാറ്റ മീൻസ് നമ്മൾ റിവ്യൂ കളക്ട് ചെയ്യുമല്ലോ, അതായത് വേറെ ആരെങ്കിലും മുമ്പ് ചെയ്തു വെച്ചത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുമ്പ് ചെയ്തു വെച്ച ഡോക്യുമെന്റ്, മുമ്പ് ചെയ്തിട്ടുള്ള മാപ്പ്, ഫോട്ടോസ്, അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്യുന്നത്, എല്ലാം സെക്കൻഡറി സോഴ്സസ് ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ പ്രൈമറി സോഴ്സ് വഴിയും ഡാറ്റ കളക്ട് ചെയ്യാം, സെക്കൻഡറി സോഴ്സസ് വഴിയും ഡാറ്റ കളക്ട് ചെയ്യാം. നെക്സ്റ്റ് ഇസ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ. എങ്ങനെയൊക്കെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യും? ഇപ്പൊ നിങ്ങൾ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഡാറ്റ കളക്ട് ചെയ്യുക? നിങ്ങൾ ഫസ്റ്റ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നോക്കും അല്ലേ? പിന്നെ ഇപ്പൊ മാപ്സ്, നിങ്ങൾ ഇക്കോളജിക്കൽ പോയിന്റിലുള്ള ഒരു പ്രോജക്റ്റ് ആണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും മാപ്പ് സ്റ്റഡി നടത്തണം. അപ്പൊ മാപ്പ് നോക്കും, മാപ്പ് ഇന്റർപ്രിട്ടേഷൻ. പിന്നെ ചെക്ക് ലിസ്റ്റ് മീൻസ് നമ്മൾ ക്വസ്റ്റ്യനെയർ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്, പിന്നെ ഡിഫറെന്റ് ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്, അങ്ങനെ അതിന് നമുക്കൊരു ചെക്ക് ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം. അപ്പൊ അങ്ങനെ ആ ഒരു മെത്തേഡ്സിലൊക്കെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യും. ദെൻ റിസോഴ്സ് ബേസ്ഡ് മെത്തേഡ്, ഇത് ജനറൽ മെത്തേഡ് ആണ്, നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഒക്കെ പറഞ്ഞത്. ഇനി റിസോഴ്സ് ബേസ്ഡ് മെത്തേഡ്സിൽ വരുന്നത് നമ്മൾ കുറച്ചും കൂടെ സയന്റിഫിക് ആയിട്ടുള്ളത്, സയന്റിഫിക് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിന്റെ വേറെ ടെക്നിക്സ് യൂസ് ചെയ്ത്, സ്പീഷീസ് ഏരിയ കർവ്, സാമ്പിളിംഗ് ടെക്നിക്സ്, ഇതെല്ലാം യൂസ് ചെയ്തിട്ട് നമ്മൾ വളരെ സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ് വഴി നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ദെൻ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ എന്ത് ചെയ്യും? നമ്മൾ റോ ആയിട്ട് കളക്ട് ചെയ്ത ഡാറ്റ അതിനെ പ്രോസസ് ചെയ്ത്, ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തണമെങ്കിൽ അങ്ങനെ നടത്തി ടേബിൾസും ഗ്രാഫ്സും മാപ്പൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഫൈനൽ ഡാറ്റ ആക്കി മാറ്റും, പ്രോസസ് ചെയ്ത് റോ ഡാറ്റ പ്രോസസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റിലാക്കി മാറ്റുന്നു. Then there are different methodologies for assessing the impacts of any developmental activity on the environment. നമുക്ക് സിലബസിൽ ഡിഫറെന്റ് മെത്തഡോളജീസ് പഠിക്കാനുണ്ട്. ഇപ്പൊ ഡാറ്റ അസസ് ചെയ്യാനും ഡാറ്റ അനലൈസ് ചെയ്യാനും നമുക്ക് ഡിഫറെന്റ് മെത്തഡോളജീസ് പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ 6 മെത്തഡോളജീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ad-hoc മെത്തേഡ്, സെക്കൻഡ് ഇസ് ചെക്ക് ലിസ്റ്റ് മെത്തേഡ്, തേർഡ് ഇസ് മാട്രിക്സ് മെത്തേഡ്, fourth is network method, fifth is overlay method, and sixth is environmental index using factor analysis. അപ്പൊ ഇത്രയും മെത്തഡോളജീസ് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. ഇത്രയും മെത്തഡോളജീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റിന്റെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ മാത്രമല്ല സോഷ്യലും എക്കണോമിക്കും എല്ലാ ആസ്പെക്ട്സിലുള്ള അതിന്റെ ഇമ്പാക്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്ട്സ്, ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്ട്സ് അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഈ 6 മെത്തഡോളജീസ്. അതിൽ ഫസ്റ്റ് വൺ ഇസ് ad-hoc മെത്തേഡ്. ആൻഡ് ad-hoc മെത്തേഡ്, ദാറ്റ് മീൻസ് ഈ ad-hoc മെത്തേഡിൽ ആദ്യം നമ്മൾ ഒരു ടീം ഓഫ് സ്പെഷ്യലിസ്റ്റിനെ നമ്മൾ തിരഞ്ഞെടുക്കും. മീൻസ് ആ ഏരിയനെ കുറിച്ച്, ഇപ്പൊ പ്രോജക്റ്റ് ഏത് ഏരിയയിലുള്ള പ്രോജക്റ്റ് ആണെങ്കിൽ ആ ഏരിയയിൽ നമ്മൾ ഒരു ടീമിനെ നമ്മൾ സെലക്ട് ചെയ്യും. എന്നിട്ട് ആ ടീം ഇത് അസസ് ചെയ്യും, പ്രോജക്റ്റ് അസസ് ചെയ്യും. ഇപ്പോൾ പ്രോജക്റ്റ് അസസ് ചെയ്യാൻ മീൻസ് അവിടുത്തെ ഫ്ലോറ, ഫോണ, പിന്നെ ബാക്കിയുള്ള അതിന്റെ പരിസരത്തുള്ള കാര്യങ്ങൾ എല്ലാത്തിലും ഈ പ്രോജക്റ്റ് നമ്മളിപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്താൽ എന്തായിരിക്കും, അതിനെ എങ്ങനെയായിരിക്കും എൻവയോൺമെന്റിനെ എഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും സോഷ്യൽ ഇമ്പാക്ട്, എന്തായിരിക്കും എക്കണോമിക് ഇമ്പാക്ട്സ് എന്ന് നോക്കിയിട്ട് ഇതൊക്കെ സ്റ്റഡി ചെയ്യാൻ കഴിവുള്ള ഒരു ടീം ഓഫ് എക്സ്പേർട്സിനെ നമ്മൾ സെലക്ട് ചെയ്യും. എന്നിട്ട് അവരതിനൊരു പ്രിലിമിനറി അസസ്മെന്റ് നടത്തും. സാധാരണ ad-hoc മെത്തേഡിൽ പ്രിലിമിനറി അസസ്മെന്റ് ചെയ്യുന്ന ഏരിയാസ് വൈൽഡ് ലൈഫ്, then endangered species, natural vegetation, exotic vegetation, grazing, social characteristics, natural drainage, groundwater, noise, air quality, open space, recreation,
health and safety, economic values and public facilities. So ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്താൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ ഇത്രയും ഏരിയാസിൽ എന്തൊക്കെ ഇമ്പാക്ട്സ് വരും, ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്ട്സ്, അതെല്ലാം നമ്മൾ എഡ്ഹോക്ക് മെത്തേഡ് വഴി നമ്മൾ സ്റ്റഡി ചെയ്യും. സോ ഇറ്റ് ഈസ് എ പ്രിലിമിനറി അസസ്മെന്റ്. എഡ്ഹോക്ക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രിലിമിനറി അസസ്മെന്റ് ആണ്. Then what are the advantages of ad hoc method? Ad hoc method എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, നമുക്ക് അധികം ട്രെയിനിങ് ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. Then അതിൽ provides minimum guidance for impact analysis while suggesting broad ideas for possible impacts. So നമുക്കത് പഠിക്കുമ്പോൾ വളരെ മിനിമൽ ആയിട്ടുള്ള ഡാറ്റ ഒക്കെ വെച്ചിട്ട് നമുക്ക് പഠിക്കാം. പക്ഷേ നമ്മൾ ഫൈനൽ റിസൾട്ടിൽ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്താണ് അതിന്റെ ഇമ്പാക്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. Then what are the disadvantages? It gives no assurance that a comprehensive set of all relevant impacts have been studied. എല്ലാ ഇമ്പാക്ട്സും നമുക്ക് പഠിക്കാൻ പറ്റില്ല. എല്ലാ ഇമ്പാക്ട്സിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് ലാക്സ് കൺസിസ്റ്റൻസി കുറവാണ്. പിന്നെ അതുപോലെ കൺസിസ്റ്റൻസി കുറവായതുകൊണ്ടും തന്നെ ഇത് ഇൻഎഫിഷ്യന്റ് ആണ്. അതാണ് ഇതിന്റെ disadvantage. So it is a ad hoc method എന്ന് പറഞ്ഞാൽ ഒരു preliminary assessment മാത്രമാണ്. So next is checklist method. Checklist method എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. നമുക്ക് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമുക്ക് പഠിക്കേണ്ടത്, അതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. So in this method environmental factors are listed in a structured format. ഒരു പ്രത്യേക ഫോർമാറ്റിൽ നമ്മൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും by giving importance weightings for factors and application of scaling techniques for impacts of each alternative. നമ്മൾ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കും, എന്നിട്ട് ആ ഫാക്ടേഴ്സിന്റെ ഒക്കെ ഇമ്പാക്ട് നമ്മൾ പഠിക്കും. ഇനി അതിന് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് വരുന്നതെങ്കിൽ അതിന്റെ ഓൾട്ടർനേറ്റീവ്സും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. അതായത് ഇപ്പൊ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നു, അതിനൊരു നെഗറ്റീവ് ഇമ്പാക്ട് വരുന്നു എൻവയൺമെന്റിൽ, അപ്പൊ ആ പ്രോജക്റ്റിന് പകരം വേറൊരു മെത്തേഡ് നമ്മൾ അവലംബിച്ചു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് ഇമ്പാക്ട് കുറയ്ക്കാം. അങ്ങനെ ഒരു മെത്തേഡിനെയാണ് നമ്മൾ അതിനെ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന റിസൾട്ട് സെയിം ആയിരിക്കും, പക്ഷേ എൻവയൺമെന്റൽ ഇമ്പാക്ട് കുറയും. Checklists are strong indicators of impact identification. They effectively garner the attention and awareness of their audience. Then checklist may be simple ആവാം, descriptive checklist ആവാം, then scaling checklist, weighting type, അങ്ങനെ different types of checklist ഉണ്ട്. So അതിൽ simple checklist. Simple checklist means it is a list of parameters without guidelines regarding either interpretation or measurement of environmental parameters or specific data needs or impact prediction and assessment. And descriptive checklist means കുറച്ചും കൂടെ അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ളത്. Include list of environmental factors along with information on measurement, impact prediction and assessment. Then scaling and weighting checklists facilitate decision making. Such checklists are strong in impact identification. By including the function of impact identification, they include a certain degree of interpretation and evaluation. So the checklist 4 type ഉണ്ട്: simple, descriptive, scaling and weighting checklist. അപ്പോൾ സിമ്പിൾ ചെക്ക്ലിസ്റ്റിൽ ജസ്റ്റ് ഒരു അതിന്റെ ചെക്ക്ലിസ്റ്റ് മാത്രമായിരിക്കും, ഡീറ്റെയിൽ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഒന്നും അതിലുണ്ടാവില്ല. ഡിസ്ക്രിപ്റ്റീവ് ചെക്ക്ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ എൻവയറൺമെന്റൽ ഫാക്ടേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ടാവും, അതിന്റെ പ്ലസ് അതിന്റെ ഡിസ്ക്രിപ്ഷൻ. സ്കെയിലിംഗ് ആൻഡ് വെയിറ്റിംഗ് ചെക്ക്ലിസ്റ്റ് നമ്മൾ അതാണ് കൂടുതൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക, ഇമ്പാക്ട് ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടും അത് യൂസ് ചെയ്യും. Then next is matrix method. Matrix method, it provides a framework of interaction of different activities of a project with potential environmental impacts caused by them. Means അതായത് ഒരു പ്രോജക്റ്റിന്റെ ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ഇന്ററാക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഇമ്പാക്ട്സ് ഉണ്ടാവും, ഇന്ററാക്ഷൻ സംഭവിക്കുമ്പോൾ എന്തൊക്കെ ഇമ്പാക്ട്സ് ഉണ്ടാവും, അതാണ് മാട്രിക്സ് മെത്തേഡ് വഴി നമ്മൾ പഠിക്കുന്നത്. A simple interaction matrix is formed when project actions are listed on one axis, usually vertical, and then environmental impacts are listed along the other axis. അതായത് നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കുമല്ലോ, ഒരു ആക്സിസിൽ ഒരു ഫാക്ടർ, അടുത്ത ആക്സിസിൽ എക്സ് ആക്സിസിൽ പ്രോജക്റ്റ് ആക്ഷൻസ് പറയും, വൈ ആക്സിസിൽ എന്താണ് അതിന്റെ എൻവയറൺമെന്റൽ ഇമ്പാക്ട്സ് എന്ന് പറയും. അങ്ങനെ ഒരു ഇന്ററാക്ഷൻ മാട്രിക്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യും, ജസ്റ്റ് ലൈക്ക് വി ആർ പ്രിപ്പയറിംഗ് എ ഗ്രാഫ്. Then this technique was introduced by Leopold in 1971.
Then next method is network method. And network method, it uses the matrix approach. Means just like matrix method തന്നെയാണ് network method work ചെയ്യുന്നത്. പക്ഷേ it extends to include both primary as well as secondary impacts. അപ്പോൾ മാട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇത് നെറ്റ്വർക്ക് മെത്തേഡ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അത് പ്രൈമറി സെക്കൻഡറി ഇമ്പാക്ട്സും രണ്ടും കൂടെ അത് അസസ് ചെയ്യും. And it is shown in the form of a tree called impact tree. മറ്റേത് മാട്രിക്സ് മെത്തേഡ് നമ്മൾ ഒരു ഗ്രാഫിക്കൽ മെത്തേഡിൽ ആണ്, അല്ലെങ്കിൽ ഒരു മാട്രിക്സ് വരച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതില് നെറ്റ്വർക്ക് മെത്തേഡിൽ നമ്മൾ അത് കാണിക്കുന്നത് ഒരു ട്രീയുടെ രൂപത്തിലാണ്. ഇമ്പാക്ട് ട്രീ, നമ്മൾ ഫൈലോജനറ്റിക് ട്രീ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ ഒരു ഇമ്പാക്ട് ട്രീയുടെ ഫോമിൽ ചെയ്തിട്ടാണ് ഇത് മെഷർ ചെയ്യുന്നത്. And this diagram is also called as reference or sequence diagram. So ഈ impact tree diagramത്തിന്റെ വേറെ പേരുകളാണ് റെഫറൻസ് ഡയഗ്രാം അല്ലെങ്കിൽ സീക്വൻസ് ഡയഗ്രാം. Identification of direct, indirect along with short, long-term impact is a crucial and basic step of making an impact tree. So എല്ലാ ഇമ്പാക്റ്റുകളും ഡയറക്റ്റ് ഇമ്പാക്ട് ആവാം, ഇൻഡയറക്റ്റ് ഇമ്പാക്ട് ആവാം, ഷോർട്ട് ടേം ഇമ്പാക്ട് ആവാം, ലോങ് ടേം ഇമ്പാക്ട്സ് ആവാം. എല്ലാ ടൈപ്പ് ഇമ്പാക്ട്സും നമ്മൾ ഇതിൽ വഴി പഠിക്കും. ദെൻ ലിങ്കേജസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അതിന്റെ വിഷ്വൽ ഡിസ്ക്രിപ്ഷനും നമുക്ക് അവൈലബിൾ ആയിരിക്കും. കാരണം ഇതൊരു ട്രീ ഫോമിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് വിഷ്വൽ ഡിസ്ക്രിപ്ഷൻ ഒക്കെ പോസിബിൾ ആയിരിക്കും. Then next is overlays method. And this method depends on a set of maps of a project area's environmental characteristics covering physical, social, ecological and aesthetic aspects. അതായത് ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യുന്ന ഏരിയയുടെ മാപ്പ്, അതിന്റെ പല ഡയറക്ഷൻസിലുള്ള പല ആംഗിളിലുള്ള മാപ്പ് നോക്കിയിട്ടാണ് നമ്മൾ ഓവർലേസ് മെത്തേഡ് വഴി അതിന്റെ എൻവയറൺമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ മെഷർ ചെയ്യുക, അതിന്റെ ഇമ്പാക്ട്സും മെഷർ ചെയ്യുന്നത്. എക്സാമ്പിൾ വെറ്റ്ലാൻഡ്സ്, സ്റ്റീപ്പ് സ്ലോപ്സ്, സോയിൽ, ഫ്ലഡ് പ്ലെയിൻസ്, ബെഡ്റോക്ക് ഔട്ട്ക്രോപ്സ്, then wildlife habitats, vegetative communities, cultural resources, ഇതെല്ലാം അതിൽ പെടുന്നതാണ്. ഇതിൽ ആദ്യം ഓവർലേസ് മെത്തേഡ് ചെയ്തിരുന്നപ്പോൾ മാപ്പ് ഒക്കെ ഡിഫറെന്റ് കളേഴ്സിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തിരുന്നു. മോഡേൺ ടെക്നിക്കിൽ ഓവർലേസ് മെത്തേഡിന്റെ മോഡേൺ ടെക്നിക്ക് നമ്മൾ ജിസ് എന്നാണ് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജിസ്, ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഇപ്പോൾ വൈഡ്ലി യൂസ് ചെയ്യുന്നത് ജിസ് ആണ്. അപ്പോൾ അതിന്റെ ഓൾഡസ്റ്റ് വേർഷൻ ആണ് ഓവർലേസ് എന്ന് പറയുന്നത്. അതിന്റെ ഇപ്പൊ ലേറ്റസ്റ്റ് വേർഷൻ നമ്മൾ ജിസ് എന്ന് പറയും, ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. ദെൻ ഇൻഡെക്സ് മെത്തേഡ്. ഇൻഡെക്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സസ് ഓഫ് എൻവയറൺമെന്റൽ ഇമ്പാക്ട്സ് ആർ എ മീൻസ് ടു ക്വാണ്ടിഫൈ, ക്വാളിറ്റി മാത്രമല്ല ക്വാണ്ടിഫിക്കേഷൻ, ആൻഡ് ഇവാലുവേറ്റ് ദ ക്വാളിറ്റി ഓഫ് എൻവയറൺമെന്റ് വിത്ത് റിഗാർഡ് ടു സം പെർട്ടിക്കുലർ എലമെന്റ്. So both the quality and quantity, ഈ രണ്ടെണ്ണം ഇതിൽ അസസ് ചെയ്യും. Environmental monitoring data consists of routine measurements of physical, chemical and biological variables that are intended to give insight into environmental conditions. എല്ലാ ഫാക്ടേഴ്സിനും നമ്മൾ നോക്കും. അതിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് അതിന്റെ ക്വാളിറ്റേറ്റീവ് ഡാറ്റയും ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും ആണ്. So these are the different methodologies used to assess the impact of any developmental activities on the environment. So നമ്മൾ 6 മെത്തേഡ് ആണ് പഠിച്ചത്: ad hoc, checklist, matrix, network, overlay and environmental index using factor analysis. Then next is what are the processes involved in environmental impact assessment. Environmental impact assessment എന്ന് പറയുന്നത് നമ്മളൊരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് നടപ്പിലാക്കാനായിട്ട് നമ്മൾ ആദ്യം എൻവയറൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് നടത്തും. അപ്പൊ അത് നടത്തുമ്പോൾ എന്തൊക്കെ പ്രോസസ്സ് അതിൽ ഇൻവോൾവ് ആണ് എന്നാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. അപ്പൊ അതില് 6 പ്രോസസ്സ് ഉണ്ട്: സ്ക്രീനിങ്, സ്കോപ്പിംഗ്, അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ഇമ്പാക്ട്സ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ്, EIA റിപ്പോർട്ട്, then decision making, monitoring, compliance, enforcement and environmental audit. അതിൽ ഫസ്റ്റ് സ്ക്രീനിങ് ആണ്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് നമ്മുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഫസ്റ്റ് അതിനെ സ്ക്രീൻ ചെയ്യും. whether this process is suitable or not, whether permission should be granted. നമ്മൾ ഫസ്റ്റ് അത് സ്ക്രീൻ ചെയ്യും.
ഇനി രണ്ടാമത്തത് സ്കോപ്പിംഗ്. സ്കോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിന്റെ സ്കോപ്സ്? Which impacts are necessary to be assessed is decided in this stage. അതായത് ഏതൊക്കെ ഇമ്പാക്ട്സ് ആണ് ഈ പ്രോജക്റ്റ് നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ എന്തൊക്കെ ഇമ്പാക്ട്സ് വരും, ഏതൊക്കെ ഫാക്ടേഴ്സ് വഴിയാണ് ഇമ്പാക്ട്സ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യും. Alternative solutions that avoid or at least reduce the adverse impacts of the project are also studied in this stage. And alternatives പഠിക്കും. Then investigation at alternate designs or sites that avoid or mitigate the impact takes place. Negative impact ആണെങ്കിൽ ഉടനെ അതിന്റെ alternatives എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കും. ഇനി മൂന്നാമത്തത് assessment and evaluation of impacts and development of alternatives. അപ്പോൾ നമ്മൾ സ്കോപ്പ് ചെയ്തു, അതിന്റെ ഇമ്പാക്ട്സ് മനസ്സിലായി, നെഗറ്റീവ് ഇമ്പാക്ട് ആണെങ്കിൽ alternatives കണ്ടുപിടിച്ചു, മാക്സിമം എൻവയൺമെന്റ് ഹാം കുറയ്ക്കാനുള്ള alternatives. So environmental impacts of the proposed projects are analyzed and light is thrown upon the alternatives present to such projects. Then ഇതെല്ലാം നമ്മൾ അസസ് ചെയ്തു, അതിനുശേഷം നമ്മൾ ഒരു EIA റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. ഈ preparation of an EIA report, EIA means environmental impact assessment. So environmental impact assessment report ാണ് നമ്മൾ എന്ത് പറയുന്നത്? Environmental impact statement. So EIA report is known as environmental impact statement. ഇനി ഈ environmental impact statementൽ എന്തൊക്കെ ഉണ്ടാവും? അതിൽ ഒരു environmental management plan ഉണ്ടാവും, പിന്നെ ഒരു non technical summary of the project's impact. Environmental impact statement ഉണ്ടാവുന്ന രണ്ട് കാര്യങ്ങളാണ് environmental management പ്ലാനും non technical summary of the project's impact. Okay. Then decision making. അത് കഴിഞ്ഞ് നമ്മൾ environmental management plan ഒക്കെ പ്രിപ്പയർ ചെയ്തു, അത് കഴിഞ്ഞ് നമ്മൾ ഡിസൈഡ് ചെയ്യും ഈ ഫേറ്റ് ഓഫ് ദ പ്രോജക്റ്റ് നടപ്പിലാക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യും. The fate of the project is decided that whether the project is to be given approval or not, and if it is to be given under what conditions. Then monitoring, complaints, enforcement, and environmental auditing. That is monitoring whether the predicted impacts and the mitigation efforts happen as per EMP. EMP means environmental management plan അനുസരിച്ചിട്ടാണോ ഇവരിത് നടപ്പിലാക്കുന്നത് എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് മോണിറ്റർ ചെയ്യും. So these are the different processes: screening, scoping, assessment and evaluation of impacts, then EIA report, അതിനെയാണ് നമ്മൾ environmental impact statement എന്ന് പറയുന്നത്, decision making, then monitoring and environmental auditing. Then നമ്മൾ പറഞ്ഞു EIA റിപ്പോർട്ടിനെയാണ് നമ്മൾ എൻവയൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഒരു എൻവയൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവുന്ന രണ്ട് കാര്യങ്ങളാണ് എൻവയൺമെന്റൽ മാനേജ്മെന്റ് പ്ലാനും നോൺ ടെക്നിക്കൽ സമ്മറി ഓഫ് ദ പ്രോജക്ട്സ് ഇമ്പാക്റ്റും. അപ്പൊ അതില് എൻവയൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ് എന്താണ്? എൻവയൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ് EIA റിപ്പോർട്ടിനെയാണ് നമ്മൾ എൻവയൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെ? So it is a structured analytical report. That means a document that explains various issues relevant to a particular topic. അതിന്റെ EIA റിപ്പോർട്ട് എല്ലാ സൈഡും അസസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടിനെയാണ് നമ്മൾ എൻവയൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. It is prepared when a development may significantly impact the quality of the human environment, the areas, air, water, or land environments. The purpose of an environmental impact statement is to allow agencies that are responsible for approving the particular project to have a clear understanding of how the project will influence the environment. Then first US environmental impact statement create ചെയ്തിട്ടുള്ളത് അവർ ഒരു നാഷണൽ എൻവയൺമെന്റൽ പോളിസി ആക്ട് 1969 അവർ കൊണ്ടുവന്നു. അപ്പൊ അതിനോട് കൂടിയിട്ടാണ് EIAയുടെ റിപ്പോർട്ട്സ് ഒക്കെ അവിടെ പ്രാബല്യത്തിൽ വരാനായിട്ട് തുടങ്ങിയത്. ദെൻ ഒരു എൻവയൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ് അഥവാ EIA റിപ്പോർട്ടിന് 4 സെക്ഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സെക്ഷൻ പറയുന്നത് ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ നീഡ് ആൻഡ് റാഷണൽ ഫോർ ദ ഡെവലപ്മെന്റ്. ഇപ്പൊ ആ പ്രോജക്റ്റ് കൊണ്ടുവരേണ്ട ആവശ്യകത എന്താണ്, അതാണ് ഫസ്റ്റ് സെക്ഷനിൽ പറയുന്നത്. സെക്കൻഡ് സെക്ഷനിൽ പറയുന്നത് it provides a description of the environment that could be affected by the development.
ഇപ്പോൾ ഒരു ഡെവലപ്മെന്റ് വന്നു കഴിഞ്ഞാൽ എൻവയൺമെന്റ് എങ്ങനെയാണ് എഫക്റ്റഡ് ആവുന്നത് എന്നുള്ളത് സെക്കൻഡ് സെക്ഷനിൽ പറയും. തേർഡ് സെക്ഷൻ പ്രസൻസ് ഓൾട്ടർനേറ്റീവ്സ് ടു ദ പ്രൊപ്പോസ്ഡ് ഡെവലപ്മെന്റ്. അതായത് നമുക്ക് ഉണ്ടാവുന്ന ഇമ്പാക്ട് നെഗറ്റീവ് ഇമ്പാക്ട് ആണെങ്കിൽ എന്താണ് അതിന്റെ ഓൾട്ടർനേറ്റീവ്സ്, അതാണ് തേർഡ് സെക്ഷനിൽ പറയുന്നത്. ഫോർത്ത് സെഷൻ അനലൈസസ് ഹൗ ഈച്ച് ഓഫ് ദ അപ്രോച്ചസ് കുഡ് എഫക്ട് ദ എൻവയൺമെന്റ്. ഫോർത്ത് സെഷൻ പറയുന്നത് എങ്ങനെ ഓരോ അപ്രോച്ചും, ഇപ്പോൾ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ആയാലെങ്കിലും നോർമൽ മെത്തേഡ് ആയാലും എങ്ങനെയാണ് ഓരോന്നും എൻവയൺമെന്റ് എഫക്ട് ചെയ്യുന്നത്. ഇതാണ് 4 സെക്ഷൻസ്. EIA റിപ്പോർട്ടിലുള്ള 4 സെക്ഷൻസ് ആണ് ഇത്. Then a recent example of the power of an environmental impact statement is ഒരു നാനോ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി അതിന്റെ നാച്ചുറൽ ഗ്യാസിന്റെ ഡിസ്കവറിക്കും റിക്കവറിക്കും ഒരു വേൾഡ് ലീഡർ ആണ്, പോപ്പുലർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഈ കമ്പനി എന്ത് ചെയ്തു, ഒരു ഇവർക്ക് കിണറുകൾ കുഴിക്കണമായിരുന്നു. അത് ഒരു വൈൽഡ് ലൈഫ് ഏരിയയിലാണ് അവർക്ക് അത് വേണ്ടത്. ഒരു 1200 വെൽസ് അവര് ഡ്രിൽ ചെയ്തു. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവര് ഒരു എൻവയറൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തു. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്തപ്പോൾ ഇത് വെൽസ് ഡ്രിൽ ചെയ്യുന്നതിന് തടസ്സം നിൽക്കുന്നവര് അതിന് കുറെ ഒപ്പോസിഷൻസ് കൊണ്ടുവന്നു. അതായത് അതിലുള്ള ഇമ്പാക്ട്സ് അവര് എന്താ പറയാ, അത് എൻവയൺമെന്റിനെ നെഗറ്റീവ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പോസിറ്റീവ് ഇമ്പാക്ട്സ് കുറവാണ് എന്ന് പറഞ്ഞ് അതിന് അതിന്റെ ഒപ്പണൻസ് കുറെ വ്യൂസ് കൊണ്ടുവന്നു, അല്ലെങ്കിൽ അതിനെ കുറെ എന്താ പറയാ ഡിസഗ്രി ചെയ്തു. ദെൻ അപ്പോൾ അങ്ങനെ ഉണ്ടായപ്പോൾ ഈ എൻവയൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാനഡ ഗവൺമെന്റ് ഒരു പബ്ലിക് ഹിയറിംഗ് ഒക്കെ വെച്ചു. എന്നിട്ട് ആ പ്രോജക്റ്റ്, അതായത് എൻവയൺമെന്റിന് ഹാം ആവുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി, എൻവയൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റിന്റെ മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ദെൻ എൻവയൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞത് നമ്മൾ പഠിച്ചു. EIA റിപ്പോർട്ടിനെയാണ് എൻവയൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഒരു എൻവയൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ ഒരു EIA റിപ്പോർട്ടിൽ 2 കാര്യങ്ങൾ ഉണ്ടാവും നമ്മൾ പറഞ്ഞു ഇല്ലേ? എന്താണ്? എൻവയൺമെന്റൽ മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടാവും, ഒരു നോൺ ടെക്നിക്കൽ റിപ്പോർട്ടും ഉണ്ടായിരിക്കും about the project. So അതിൽ environmental management plan എന്താണ്? It is a guidance document to measure and achieve compliance with the environmental protection and mitigation requirements of a project. അപ്പോൾ അതിൽ വേണ്ട ഗൈഡൻസ് ഡോക്യുമെന്റ്സ്, അതിൽ ഗൈഡ് ലൈൻസ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് മാക്സിമം ഇമ്പാക്ട്സ് കുറയ്ക്കാൻ പറ്റുക. മാക്സിമം പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാനും നെഗറ്റീവ് ഇമ്പാക്ട്സ് മാക്സിമം കുറയ്ക്കാനും ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും എന്ന് പറയുന്ന ഒരു ഗൈഡൻസ് ഡോക്യുമെന്റ് ആണ് എൻവയൺമെന്റൽ മാനേജ്മെന്റ് പ്ലാൻ. അപ്പോൾ ഒരു എൻവയൺമെന്റൽ മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രോജക്റ്റിന് അപ്രൂവൽ കിട്ടുള്ളൂ. Then environmental management plan, it includes 4 major elements, that is commitment and policy, planning, implementation, measurement and evaluation. ഇതൊക്കെയാണ് 4 മേജർ എലമെന്റ്സ് എൻവയൺമെന്റൽ മാനേജ്മെന്റ് പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വേണ്ട മേജർ ആയിട്ടുള്ള 4 എലമെന്റ്സ് ആണ് കമ്മിറ്റ്മെന്റ്, പോളിസി, then planning, implementation, measurement and evaluation. Then what is the objective of environmental management plan? First objective is, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഒക്കെയാണ്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. Mitigate adverse impacts on various environmental components which have been identified during the rapid environmental impact assessment study. Adverse impact mitigate ചെയ്യാനായിട്ട്. Then protect the environmental resources wherever possible. നമുക്ക് മാക്സിമം നമ്മുടെ എൻവയൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യണം. Then an EMP is normally prepared as a part of EIA report. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. Then next process is environmental risk assessment. നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് മനസ്സിലാവും എന്താണ് environmental risk assessment. അതായത് നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മൾ അസസ് ചെയ്യുന്നു. ഒരു പ്രോജക്റ്റ് നടപ്പിലായാൽ ഉണ്ടാവുന്ന ദോഷകരമായ കാര്യങ്ങളെ അസസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എൻവയൺമെന്റൽ റിസ്ക് അസസ്മെന്റ് എന്ന് പറയുന്നത്. So an environmental risk assessment is a process
for evaluating how likely it is that an environment may be impacted as a result of exposure to one or more environmental stresses such as chemicals, disease, invasive species, and climatic change. അതിൽ മേജർ ആയിട്ടുള്ളത് പൊല്യൂഷൻ ആണ്. Pollution is one of the primary causes of many of the other environmental concerns, including climatic change and biodiversity. The pollution ൽ വരുന്ന major pollutions നിങ്ങൾക്കറിയാം, എയർ, വാട്ടർ, സോയിൽ, നോയ്സ്, റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ, ലൈറ്റ് ആൻഡ് തെർമൽ, ഇതെല്ലാം നമ്മുടെ എൻവയൺമെന്റിനെ എഫക്ട് ചെയ്യും. Then what is the aim of environmental risk assessment? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്? To identify any hazards. Any possible harm ഉണ്ടോ എന്ന് നമുക്ക് അറിയണം. Then describe the harm they might cause. അവർ ഉണ്ടാക്കുന്ന harm എന്താണ്? ഇനി അതിന്റെ evaluate the risk of occurrence and identify precaution. അതിന്റെ precautions കണ്ടുപിടിക്കുക. Record the results of the assessment and implement precaution. അതിന്റെ റിസൾട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അതിന്റെ precautions കണ്ടുപിടിക്കുക. Review the assessment at regular intervals. Regular intervalsൽ അത് നോക്കി എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ അതിന് precautionary measures ഉപയോഗിച്ച് അത് സോൾവ് ചെയ്യാം. ഇതൊക്കെയാണ് എയിംസ്. Then why is environmental risk assessment important? Why it is important? Why we are doing environmental risk assessment? Because it establishes the levels of contaminants that can remain at a site. ഒരു സൈറ്റിൽ എന്തൊക്കെ pollutants ഉണ്ടാവും എന്നുള്ളത് establish ചെയ്യും. The risk assessment provides a consistent process for evaluating and documenting public health hazards associated with exposure to environmental contamination. അപ്പോൾ അതുകൊണ്ട് പബ്ലിക്കിന് എന്ത് ദോഷം വരും, അതിൽ എത്രമാത്രം അത് ഇമ്പാക്ട് ചെയ്യും എന്നെല്ലാം നമുക്ക് അസസ് ചെയ്യാനായിട്ട് പറ്റും. That is all about environmental risk assessment. Next is national policy on EIA. Environmental impact assessment നെ കുറിച്ച് എന്താണ് നമ്മുടെ ഇന്ത്യയുടെ പോളിസി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പോളിസി എന്താണ്? First of all, the National Environmental Policy Act NEPA 1969 യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഒരു എൻവയറമെന്റൽ ലോ ആയിട്ട് വന്നു. അപ്പൊ തൊട്ടിട്ടാണ് നമ്മളെ ലോകത്ത് ഇത് എൻവയറമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് നടപ്പിലാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. In 1994, for the first time under Environment Protection Act 1986, the EIA notification was formulated in India. ഇന്ത്യയിൽ 1986 ഉള്ള Environmental Protection Act വഴി 1994 EIA നോട്ടിഫിക്കേഷൻ ഇന്ത്യയിൽ ഫോർമുലേറ്റ് ചെയ്തു. അപ്പോൾ അത് ഫോർമുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എൻവയറമെന്റൽ ക്ലിയറൻസ് മാൻഡേറ്ററി ആക്കി ഫോർ എക്സ്പാൻഷൻ, മോഡേണൈസേഷൻ ആൻഡ് സെറ്റിംഗ് അപ്പ് ന്യൂ പ്രോജക്ട്സ്. നമ്മൾ പുതിയ പ്രോജക്റ്റുകൾ കൊണ്ടുവരുമ്പോൾ എൻവയറമെന്റിന് ദോഷകരമായി ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു ക്ലിയറൻസ് കിട്ടണം എന്നുള്ളത് അതിനുശേഷമാണ് നിർബന്ധമാക്കിയത്. അപ്പൊ അതില് ഒരുപാട് അമെൻമെന്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ലാസ്റ്റ് അമെൻമെന്റ് നടന്നത് 2006 അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലോയിൽ മാറ്റങ്ങൾ വരുത്തുന്നത്, അതിനെയാണ് നമ്മൾ അമെൻമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതില് since India's participation in the United Nations Conference on Human Environment and Development in Stockholm Conference in 1972 and thereafter Rio Summit in 1992, the country has significantly strengthened its environmental governance. ഈ ഒരു സ്റ്റോക്ക്ഹോം കോൺഫറൻസും റിയോ സബ്മിറ്റിന് ശേഷം കൂടുതലും നമ്മുടെ രാജ്യത്ത് ഈ ലോസ് ഒക്കെ കുറച്ചും കൂടെ സ്ട്രോങ് ആയി. Then United Nations Framework Convention on Climatic Change and Kyoto Protocol, ഇതെല്ലാം കൂടുതൽ, പിന്നെ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, ഇതെല്ലാം കൂടുതൽ EIA പ്രോസസ്സിനെ സ്ട്രെസ് ചെയ്യുന്ന ക്ലൈമറ്റിക് അഗ്രിമെന്റ്സ് ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇന്ത്യ ഇതിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഇന്ത്യയുടെ EIA ലോ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് മാറി. ദെൻ ഇതിൽ നമുക്ക് EIA ഇതായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ആക്ടുകളൊക്കെ കൊണ്ടുവന്നു. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1972, വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974, ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഓഫ് 1980, പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ 42nd അമെൻമെന്റ് വഴി കൊണ്ടുവന്ന ആർട്ടിക്കിൾസ് 48A, 51A, ദെൻ ആർട്ടിക്കിൾ 253, അല്ലെ സെക്ഷൻ 3, ഇതെല്ലാം
എൻവയൺമെന്റിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു അംബ്രല്ല പോലെ എൻവയൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാം എന്ന് പറയുന്ന ലോസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് പ്രോജക്റ്റുകളും നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള എൻവയൺമെന്റ് ക്ലിയറൻസ് കിട്ടിയാൽ മാത്രമേ ആ ലോസ് ആ പ്രോജക്ട്സ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് പെർമിഷൻ കൊടുക്കുകയുള്ളൂ. സോ അതാണ് നമ്മുടെ നാഷണൽ പോളിസി, നമ്മുടെ രാജ്യത്തിന്റെ പോളിസി. Then next is last topic in environmental impact assessment is life cycle assessment. ലൈഫ് സൈക്കിൾ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിൾ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിന്റെ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർട്ടിങ് ഫ്രം ഇറ്റ്സ് മാനുഫാക്ചർ, അല്ലെ? ആ പ്രോഡക്റ്റ് ഉണ്ടാവുന്നത് തൊട്ടിട്ട് ഫൈനലി അതിന്റെ ഫൈനൽ യൂസ് അല്ലെങ്കിൽ അതിന്റെ റീസൈക്ലിംഗ് വരെ എത്തി നിൽക്കുന്ന അതിന്റെ എൻറ്റയർ ലൈഫ് സൈക്കിളിൽ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണോ നടക്കുന്നത്, അല്ലെങ്കിൽ എൻറ്റയർ ലൈഫ് സൈക്കിളിനെ അസസ് ചെയ്യാം. ഒരു തരത്തിലും ദോഷകരമായ ഒന്നും അതിന്റെ ലൈഫ് സൈക്കിളിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് നോക്കുന്ന ഒരു അസസ്മെന്റിനെയാണ് നമ്മൾ ലൈഫ് സൈക്കിൾ അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അനാലിസിസ് ഓഫ് എ പ്രോഡക്ട്സ് എൻറ്റയർ ലൈഫ് സൈക്കിൾ ഇൻ ടേംസ് ഓഫ് സസ്റ്റൈനബിലിറ്റി. Every part of a product's life cycle, extraction of materials from the environment, the production of the product, the use phase, and what happens to the product after it is no longer used can have an impact on the environment on many ways. നിങ്ങൾ ഈ ഒരു സൈക്കിൾ നോക്കൂ. ഇത് റോ മെറ്റീരിയൽ എക്സ്ട്രാക്ഷൻ, എന്നിട്ട് നമ്മൾ അതിനെ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞിട്ട് ആ പ്രോഡക്റ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്പോസ് ചെയ്യും, അല്ലെങ്കിൽ അത് റീസൈക്കിൾ ചെയ്യും. വീണ്ടും ആ പ്രോസസ്സ് റീസൈക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് റോ മെറ്റീരിയൽ കിട്ടും, വീണ്ടും അത് മാനുഫാക്ചർ ചെയ്യും. അപ്പോൾ അത് എൻറ്റയർ ലൈഫ് സൈക്കിൾ ആണ്, ഒരു പ്രോഡക്റ്റിന്റെ എൻറ്റയർ ലൈഫ് സൈക്കിൾ ആണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സിൽ നെഗറ്റീവ് ഇമ്പാക്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ പോസിറ്റീവ് ഇമ്പാക്ട്? മെയിൻലി നമ്മൾ നെഗറ്റീവ് ഇമ്പാക്ട് ആണ് നോക്കുന്നത്. നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടെങ്കിൽ അതിന് എന്തൊക്കെയാണ് ഓൾട്ടർനേറ്റീവ്സ് എന്ന് നമ്മൾ കണ്ടുപിടിക്കും. അതിനാണ് നമ്മൾ ലൈഫ് സൈക്കിൾ അസസ്മെന്റ് എന്ന് പറയുന്നത്. So there are 4 steps of life cycle assessment, and the first one is life cycle assessment goal and scope definition. നമ്മൾ അതിനൊരു ഗോൾ ഡിഫൈൻ ചെയ്യും. ഗോൾ എന്ന് പറഞ്ഞാൽ എന്താ? അതിനൊരു എയിം. എന്തുകൊണ്ടാണ് നമ്മൾ ഒരു പ്രോഡക്റ്റിന്റെ ലൈഫ് സൈക്കിൾ നോക്കുന്നത്? അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ നമുക്ക് ഗുണങ്ങൾ ഉണ്ടാവാം, എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാവാം. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു പെർട്ടിക്കുലർ ആസ്പെക്ട്സിലാണ് അതിന് ദോഷകരമായി വന്നിട്ടുള്ളത്. അപ്പൊ ആ ആസ്പെക്ട്സിനെ നമുക്ക് അതിനെ ഒരു ഓൾട്ടർനേറ്റീവ് വെച്ച് മാറ്റിയിട്ട് നമുക്ക് അതിനെ പോസിറ്റീവ് ഇമ്പാക്ട് ആക്കി മാറ്റാം. എന്തൊക്കെയാണ് അതിന്റെ സ്കോപ്സ്? അപ്പൊ അതാണ് നമ്മുടെ സ്റ്റെപ്പ് 1, ലൈഫ് സൈക്കിൾ ഗോൾ ആൻഡ് സ്കോപ്പ് ഡെഫിനിഷൻ. And the second step is inventory analysis of extractions and emissions. In the inventory analysis, you look at all the environmental inputs and outputs associated with a product or service. An example of an environmental input, that is something you take out of the environment to put into product's life cycle, is the use of new raw material or energy. നമ്മൾ യൂസ് ചെയ്യുന്ന raw material അല്ലെങ്കിൽ എനർജി, അതിനെയാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആ യൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി നമ്മൾ എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ എൻവയൺമെന്റ് യൂസ് വഴി എന്താണ് എൻവയൺമെന്റിലേക്ക് നമ്മൾ എമിറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു വണ്ടി വാങ്ങി, ഒരു വെഹിക്കിൾ വാങ്ങി, വെഹിക്കിളിന് ഈ ഒരു റോ മെറ്റീരിയൽ ഒക്കെ ഉപയോഗിച്ച് ഒരു വെഹിക്കിൾ ഉണ്ടാക്കി, അത് കഴിഞ്ഞ് നമ്മൾ ആ വെഹിക്കിൾ യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എൻവയൺമെന്റ് എന്തുണ്ടാവും? വെഹിക്കിളിൽ നിന്നുള്ള സ്മോക്ക് വരും, അല്ലെ? അപ്പൊ അത് അതിന്റെ ഒരു ഔട്ട്പുട്ട് ആണ്. അപ്പൊ ആ സ്മോക്ക് എന്തൊക്കെ പൊല്യൂഷൻ കോസ് ചെയ്യും. Okay, so that is inventory analysis of extractions and emissions. And the third step is life cycle impact assessment. ലൈഫ് സൈക്കിൾ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് അതിന്റെ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാക്കുക. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു ഈ പ്രോഡക്റ്റ് വഴി. സോ ഈ പ്രോഡക്റ്റ് നമുക്ക് ആവശ്യമുണ്ടോ വേണ്ടയോ, അല്ലെങ്കിൽ അതിന്റെ ഇമ്പാക്ട് കുറയ്ക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് വേണ്ട എന്ന് വെക്കണോ എന്നൊക്കെ നമ്മൾ നോക്കും. Then next is interpretation. During the interpretation phase, you check that your conclusions are well substantiated. നമ്മൾ ഫൈനലായിട്ട് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഫൈനലായിട്ട് നമ്മൾ ഒരു ഇന്റർപ്രറ്റ് ചെയ്യും.
നമ്മുടെ റിസൾട്ട് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഡിസിഷൻസ് നമ്മൾ എടുത്തത്. അതിനെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഒരു ISO സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യും. Then next is about the importance of life cycle assessment. ഒരു പ്രോഡക്റ്റിന്റെ എൻ്റയർ ലൈഫ് സൈക്കിൾ നമ്മൾ അസസ് ചെയ്തിട്ട് എന്താണ് ഗുണങ്ങൾ, എന്തിനാണ് നമ്മൾ ഒരു പ്രോഡക്റ്റിന്റെ എൻ്റയർ ലൈഫ് സൈക്കിൾ അസസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് വൈഡ്ലി യൂസ് ടു സപ്പോർട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ എയിം ചെയ്തിട്ടാണ് നമ്മൾ ലൈഫ് സൈക്കിൾ അസസ്മെന്റ് ചെയ്യുന്നത്. Then it is a tool to assess environmental impacts related to a product during its entire lifespan. Entire lifespan le എന്തൊക്കെ environmental impacts ഉണ്ടാവും. Then it allows decision makers to compare two products. രണ്ട് പ്രോഡക്റ്റിന്റെ ലൈഫ് സൈക്കിൾ നമ്മൾ അസസ് ചെയ്തു. ഒരു പ്രോഡക്റ്റിൽ ഫുൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ആ പ്രോഡക്റ്റ് വേണ്ടാന്ന് വെക്കും അല്ലേ? എന്നിട്ട് ഇമ്പാക്ട്സ് കുറവുള്ള പോസിറ്റീവ് ഇമ്പാക്ട് ഉള്ള പ്രോഡക്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്യും. അപ്പൊ നമുക്ക് രണ്ട് പ്രോഡക്ട്സ് തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. Then it prevents reducing environmental impact in one stage while increasing the impact at other stages of the life cycle. ഇപ്പോൾ അത് പ്രൊഡക്ഷൻ സമയത്ത് ഇപ്പോൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണെങ്കിൽ അത് ഫൈനൽ ഔട്ട്പുട്ട് സമയത്ത് നമ്മൾ പോസിറ്റീവ് ആക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ. And to identify hotspots in the environmental impact, that is to improve process to achieve reduced environmental effects. So importance of life cycle assessment എന്ന് പറയുന്നത്, it is based on internationally accepted standards. നമ്മുടെ ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്തല്ല, ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ്സ് വഴിയാണ് ലൈഫ് സൈക്കിൾ അസസ്മെന്റ് നമ്മൾ